ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രവും അതിന്റെ യഥാർത്ഥ വസ്തുതകളും അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം യാഥാർത്ഥ്യങ്ങൾ വികലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചരിത്രങ്ങളെ ചിന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഓരോ ജനങ്ങളും അവരുടെ ജാതിയോ മതമോ വർഗമോ സംസ്കാരമോ ഭാഷയോ നോക്കാതെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയതിന്റെ ഫലമായിട്ടാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസൽമാന്റെയും ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുഴുവൻ മനുഷ്യരുടെയും ഉള്ളിലെ അടങ്ങാത്ത വികാരമായിരുന്നു ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത്. എന്നാൽ ഇന്ന് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മുസ്ലിം സമുദായത്തിന്റെ പങ്കിനെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ വസ്തുതകളെ കുറിച്ച് മുടപ്പെടാതെ സമൂഹത്തിന്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 10,000 കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരാണ് സ്വാതന്ത്ര്യ സമരപാതയിൽ മരിച്ചു വീണത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരപാതയിൽ മുൻപന്തിയുള്ളവരായിരുന്നു. വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന സുന്ദരമായ ആശയം നെഞ്ചിലേറ്റി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ഈ പണ്ഡിത സമൂഹത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രവും നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ വെളിയങ്കോട് ഉമർ ഖാദിയും ആലി മുസ്ലിയാരും ഒക്കെ ഈ പാതയിൽ ശക്തമായി നിലകൊണ്ടവരായിരുന്നു. അന്യായമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിരുന്ന നികുതി തരാൻ സമ്മതമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ മേലിൽ കൊടിയ പീഡനമേറ്റ് നാളുകളോളം ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടാലും ഒരു വിശ്വസനീയ മനസ്സിൽ നിന്നുമായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് അവസാനം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവരുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്ക് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ രാജ്യദ്രോഹികളെന്ന് കുറ്റപ്പെടുത്തുവാനോ പലതരത്തിലുള്ള കുതന്ത്ര നിയമങ്ങൾ ഉപയോഗിച്ച് ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാനോ യാതൊരു അവകാശവുമില്ല. യാഥാർത്ഥ്യങ്ങൾ അതിനെ അനുവദിക്കുകയില്ല. ഈ രാജ്യമെന്നത് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമാണ്. ഇവിടെ ജീവിക്കുന്ന ഓരോ പൗരനും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ രാജ്യത്തിന്റെ സുന്ദരമായ ഭരണഘടനയെ പോലും മാനിക്കാതെ മതസ്പർദ്ധ വളർത്തുകയും വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് വർഗീയ ഫാസിസം. അതുകൊണ്ട് മുസൽമാൻ എന്നതിലേക്ക് നാം ഓരോരുത്തരും അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ടെടുക്കുവാനും അക്രമികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും നാം ഓരോരുത്തരും അല്ലാഹുവിലേക്ക് പ്രാർത്ഥനാനിരതരാകേണ്ടതുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ കൂടി പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികളുടെ പ്രവർത്തനത്തെ തൊട്ട് അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ബഹുമാനമുള്ളവർ, സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളെ അതിന്റെ യഥാർത്ഥ വസ്തുതയോട് കൂടി സമൂഹത്തിന്റെ മുന്നിൽ ഉറക്കെ പറയാനാണ് സ്വാതന്ത്ര്യ ദിനം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളെ പറയുമ്പോൾ ചില വിഭാഗങ്ങളെ ആ ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കി മോശമായി ചിത്രീകരിച്ച് പറയാൻ നാം അനുവദിച്ചുകൂടാ. കാരണം ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സമര പോരാട്ടമായിരുന്നില്ല, മറിച്ച് മതത്തിനപ്പുറം സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു ജനകീയ പോരാട്ടമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നത്. അതുകൊണ്ട് സത്യം നെഞ്ചിലേറ്റി ദീനിലടിയുറച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.